ഗ്രാമമുണ്ടായിരുന്നു. അവിടെ സാവിത്രി എന്ന് പേരുള്ള ഒരു വയസ്സായ മുത്തശ്ശി, അവർ തന്റെ മകൻ മയൂർ പിന്നെ മരുമകൾ അഞ്ജലിയോടൊപ്പം ജീവിച്ചു വരികയാണ്. സാവിത്രി തുണി തയ്ക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. പിന്നെ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം എന്തെങ്കിലും സെലിബ്രേഷൻ വന്നാൽ അവരുടെ അടുത്താണ് തുണി തയ്ക്കുന്നത്. സാവിത്രി തന്റെ മരുമകൾ അഞ്ജലിക്കും തയ്ക്കാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ അഞ്ജലിയുടെ അടുത്ത് ആരും തുണി തയ്ക്കാൻ വരില്ല. ഒരു ദിവസം അഞ്ജലി തന്റെ ഭർത്താവ് മയൂരിനോട് എന്തു പറഞ്ഞെന്നാൽ, എന്റെ കയ്യിൽ തുണി തയ്ക്കാൻ ആരും നൽകുന്നില്ല, എല്ലാരും അമ്മയുടെ കയ്യിൽ നിന്നുമാണ് തുണി തയ്ക്കുന്നത്. അറിയാ അഞ്ജലി, പക്ഷെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയൂ, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. എത്ര ദിവസത്തേക്ക് ഞാൻ നിങ്ങളുടെ അമ്മയെ പ്രതീക്ഷിച്ച് ജീവിക്കുക പറയൂ? എനിക്കിത് തീരെ ഇഷ്ടമാകുന്നില്ല. അവർ കാരണം നമുക്ക് കൂടുതൽ നഷ്ടമാണ് ഉണ്ടാകുന്നത്. കാരണം മാസം മാസം അവർ ഒരുപാട് തുണി തെച്ച് പാവപ്പെട്ടവർക്ക് സൗജന്യമായി നൽകുന്നു. നീ പറയുന്ന കാര്യം സത്യമാണ്. അച്ഛൻ മരിച്ചതിന് ശേഷം എന്നെ ഇവിടെ ആരും നോക്കാറേ ഇല്ല. എനിക്ക് ഏതൊരു മര്യാദയും ഇല്ല. ആര് നമ്മുടെ വീട്ടിലേക്ക് വന്നാലും അവർ നമ്മുടെ അമ്മേനെ മാത്രമേ ചോദിക്കുന്നുള്ളൂ. പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാ? അവരെ വീട്ടിൽ നിന്നും പറഞ്ഞയക്കേ. അച്ഛൻ ഈ വീട് നിങ്ങളുടെ പേരിലല്ലേ എഴുതി വെച്ചിട്ടുള്ളത്. കുറച്ചു സമയത്തിനകം സാവിത്രി പുറത്തെവിടെയോ പോയിട്ട് തിരികെ വന്നു. മയൂരും അഞ്ജലിയും അവർക്ക് വേണ്ടിയാണ് കാത്തുനിന്നത്. സാവിത്രി വീട്ടിനകത്തേക്ക് കേറിയതും തന്നെ രണ്ടുപേരും അവരെ തുറച്ചു നോക്കുന്നത് അവർ കണ്ടു. എന്തുപറ്റി മോനെ? എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമാണോ? അമ്മേ, അച്ഛൻ ഈ വീട് എന്റെ പേരിലല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്കത് അറിയാം മകനെ, പക്ഷെ എന്താ കാര്യം പറയൂ. ഞാൻ എന്താ വിചാരിക്കുന്ന വെച്ചാൽ അത് പിന്നെ നിങ്ങൾ എന്താ ഇത് ഈ ചെറിയ കാര്യം പറയാൻ ഇത്രയും ബുദ്ധിമുട്ടുന്നു? അമ്മേ, ഇനി ഈ വീട്ടിൽ ഞങ്ങൾ മാത്രം താമസിക്കാൻ കരുതുന്നു. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇവിടെ നിന്ന് പോകൂ. പക്ഷേ മോളെ, ഞാൻ എവിടേക്ക് പോകാനാ? ഈ വീടല്ലാതെ എനിക്ക് വേറൊരു വീടും ഇല്ലല്ലോ മക്കളെ. അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഈ വീട്ടിൽ വിട്ടു പോയേ പറ്റുള്ളൂ. സാവിത്രി വളരെ സങ്കടത്തോടെ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. അവർക്ക് എവിടെ പോകണം, എന്ത് കഴിക്കണം ഒന്നും മനസ്സിലായില്ല. അവർ ഒരു വീട്ടിലേക്ക് ചെന്ന് ഭക്ഷണം ചോദിച്ചു. ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ഭക്ഷണം തരുന്നേ. സാവിത്രിയുടെ ശബ്ദം കേട്ടിട്ട് വീട്ടിനകത്തു നിന്നും ഒരു പെണ്ണ് പുറത്തേക്ക് വന്നു. അമ്മേ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിങ്ങളുടെ മകനും മരുമകളും നിങ്ങളെ വീട്ടിൽ നിന്നും പറഞ്ഞയച്ചെന്ന് ഞാൻ അറിഞ്ഞു. നിൽക്ക്, ഞാൻ ആഹാരം കൊണ്ടുവരാം. എന്റെ കല്യാണത്തിന് എന്റെ ഭർത്താവിന് നിങ്ങളാണ് കുർത്ത തെച്ചു തന്നത്. ഇതുപോലും ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ? ആ പെണ്ണ് വീട്ടിനകത്തേക്ക് ചെന്നു. എന്നിട്ട് ആഹാരം എടുത്തുകൊണ്ട് വന്നു. അത് സാവിത്രിയുടെ കയ്യിൽ നൽകി. നിങ്ങൾക്ക് ഒരുപാട് നന്ദി. സാവിത്രി ആഹാരം വാങ്ങിയിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു. പിന്നെ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. ആ മഴയിൽ നിന്നും ഒതുങ്ങാനായി അവർ ഒരു മരത്തിനടിയിൽ ചെന്ന് നിന്നു. എന്നിട്ട് കരയാൻ തുടങ്ങി. എന്റെ ദൈവമേ, എനിക്ക് എന്തുകൊണ്ടാ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്? ഞാൻ അങ്ങനെ എന്ത് തെറ്റാണ് ചെയ്തത് എനിക്ക് ഈ അവസ്ഥ വരാനായിട്ട്? ഞാൻ പാവപ്പെട്ടവരെ സഹായിച്ചില്ലേ? വിശപ്പോടെ വന്നവർക്ക് ആഹാരമില്ല എന്ന് പറഞ്ഞോ? ഒന്നുമില്ലാത്തവരെ ഞാൻ സഹായിച്ചിട്ടേ ഇല്ലേ? പക്ഷെ എനിക്ക് നന്നായിട്ടറിയാം, എനിക്ക് ദൈവത്തിന്റെ തുണയുണ്ടെന്ന് എനിക്കറിയാം. ദയവായി എന്നെ നിങ്ങളോടൊപ്പം കൂട്ടു ഭഗവാനെ. സാവിത്രി കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോഴാണ് ആകാശത്തു നിന്നും അവരുടെ മുമ്പിൽ മരത്തിന് താഴെ ഒരു തയ്യൽ മെഷീൻ വന്നു വീണത്. സാവിത്രി ആ തയ്യൽ മെഷീൻ കണ്ട് ഒരുപാട് ആശ്ചര്യപ്പെട്ടു. തയ്യൽ മെഷീനോ? സാവിത്രി ആകാശത്തിലേക്ക് നോക്കി. നിനക്ക് ഒരുപാട് നന്ദി ദൈവമേ. ഇങ്ങനെ പറഞ്ഞതും മഴയും നിന്നു. സാവിത്രിക്ക് കിട്ടിയ ആ മെഷീൻ വളരെ ലഘുവായിരുന്നു. അത് അവർ കയ്യിൽ എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. സാവിത്രി ആ മെഷീൻ വെച്ച് ഒരിടത്തിരുന്നു. എന്നിട്ട് വീടിനെ കുറിച്ച് ആലോചിച്ചു. ആ തയ്യൽ മെഷീൻ ചവിട്ടാൻ തുടങ്ങി. പെട്ടെന്ന് ആ തയ്യൽ മെഷീനകത്തു നിന്നും ഒരു വീട് വന്നു. അത് നൂലുകൊണ്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇതൊരു മാന്ത്രിക തയ്യൽ മെഷീൻ ആണല്ലോ. ഇത് ചവിട്ടാൻ തുടങ്ങിയതും ഒരു വീട് വന്നിരിക്കുന്നു. ഇത് ഉപയോഗിച്ച് ഞാൻ ഒരുപാട് പേരെ സഹായിക്കാം. സാവിത്രി ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. എന്നിട്ട് വീണ്ടും ഗ്രാമത്തിലെ ജനങ്ങളെ സഹായിക്കാനും തുടങ്ങി. ഒരു ദിവസം പാവപ്പെട്ട ഒരാൾ സാവിത്രിയുടെ വീട്ടിലേക്ക് വന്നു. സാവിത്രി അമ്മേ, നിങ്ങളുടെ വീട് വളരെ വിചിത്രമായിട്ടുണ്ടല്ലോ. പക്ഷെ എനിക്ക് ഒരു ചെറിയ കുടിൽ പോലും ഇല്ല. പിന്നെ നിങ്ങൾ എനിക്ക് ഇതേപോലെ തന്നെ ഒരു വീടുണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനുള്ള കാശ് നിങ്ങൾക്ക് എന്തെല്ലാം തന്നേക്കും. അതിന്റെ ആവശ്യമില്ല മോനെ, ഞാൻ ഇതുപോലെ നിനക്കും ഒരു വീട് പണിതു തരാം. സാവിത്രി തയ്യൽ മിഷൻ വീട്ടിന് പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് ആ പാവപ്പെട്ട മനുഷ്യന് നല്ലൊരു വീട് പണിത് നൽകി.
എന്റെ പൊന്നോ, നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നിങ്ങൾ എനിക്ക് ഇത്രയും പെട്ടെന്ന് വളരെ നല്ലൊരു വീടുണ്ടാക്കി തന്നല്ലോ. എനിക്ക് നിങ്ങൾ ഈ വീട് തന്നതിന് വളരെ നന്ദിയുണ്ട്. എനിക്ക് നന്ദി വേണ്ട മോനെ, ആ ഈശ്വരന് നന്ദി പറഞ്ഞാൽ മതി. ഈ വീട് നീ എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. ഈ വീട് നിനക്ക് മാത്രം ലഘുവായതായിരിക്കും. വേറെ ആരെങ്കിലും പൊക്കാൻ ശ്രമിച്ചാൽ അവരെ കൊണ്ട് ഇത് പൊക്കാനാകില്ല. ഇതാണ് കാര്യം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ വീട് ഞാൻ എവിടെ പോയാലും ഈ വീട് ഞാൻ കൊണ്ടുപോകും. ആ മനുഷ്യൻ തന്റെ സൂചി നൂലിലുള്ള വീട് എടുത്തുകൊണ്ട് അവിടെ നിന്നും പോയി. പതുക്കെ പതുക്കെ ഒരുപാട് ആളുകൾ സൂചിനൂല് വീടുണ്ടാക്കാനായി സാവിത്രിയെ കാണാനായി വന്നു. സ്വന്തമായി വീടുള്ളവരും സൂചിനൂല് വീട് വേണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങി. എല്ലാരും സൂചിനൂല് വീട് സാവിത്രിയുടെ കയ്യിൽ നിന്നും കുറഞ്ഞ കാശിന് വാങ്ങി. മറ്റൊരു വശത്ത് ജമീന്ദാർ തന്റെ ജോലിക്കാരനായ ചീക്കുവിനെ വിളിച്ചു. എന്താ മുതലാളി, പറയൂ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തു പറ്റി? ഇപ്പോഴൊക്കെ പലിശ വരുന്നേ ഇല്ലല്ലോ. ആരും എന്താ പലിശക്ക് ഇപ്പൊ കാശ് വാങ്ങുന്നില്ലേ? അതേ മുതലാളി, ഇപ്പൊക്കെ ആരും പലിശക്ക് കാശ് വാങ്ങുന്നേ ഇല്ല. അത് എങ്ങനെ സാധിച്ചോ? അത് പിന്നെ മുതലാളി, ഗ്രാമത്തിലുള്ളവര് വീട് കെട്ടാൻ വേണ്ടിയാണ് നമ്മളടുത്ത് പലിശക്ക് കാശ് വാങ്ങിയത്. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഇലവസമായിട്ട് ഇല്ലെങ്കിൽ കുറച്ച് കാശിലാണ് വീട് കൊടുക്കുന്നത്. അങ്ങനെയാണോ? അവർക്ക് ആരാണ് അങ്ങനെയൊക്കെ വീട് തരുന്നത്? അതൊരു കിഴവിയാണ് മുതലാളി. അത് ഈ നൂലും സൂചിയും വെച്ചിട്ട് വീടാണ് കെട്ടിക്കൊടുക്കുന്നത്. ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ അവരെടുത്ത് ഒരു മായ തയ്യൽ മെഷീൻ ഉണ്ടെന്ന്. മുതലാളി, അത് ആരാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മകന്റെ കല്യാണത്തിനപ്പോ കുർത്തിയൊക്കെ തച്ചു കൊടുത്തല്ലേ, അവരാണ്. അങ്ങനെയാണോ? ആ കിഴവിയാണോ? അവൾക്ക് ഒരു മകൻ പോലും ഉണ്ടല്ലേ? ശരി, ഒരു കാര്യം ചെയ്, പോയിട്ട് അവളുടെ മകനെ വിളിച്ചിട്ട് വാ. ചീക്കു ചെന്ന് മയൂരിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ അഞ്ജലിയെയും വിളിച്ചു. പറയൂ മുതലാളി, എന്നെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ? നിന്നെ കൊണ്ടൊന്നല്ല, പക്ഷെ നിന്റെ അമ്മനെ കൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്. നിന്റെ അമ്മ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി നൂല് വെച്ചിട്ടാണ് വീടുണ്ടാക്കി കൊടുക്കുന്നത്. മുതലാളി, ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അവരെ നേരത്തെ തന്നെ വീട്ടിൽ നിന്നും പറഞ്ഞയച്ചു. പക്ഷെ ഇപ്പോഴും അവർ കാരണം ഞങ്ങൾക്ക് വലിയ പ്രശ്നമാണ്. അവര് കാരണം ഇപ്പോൾ കസ്റ്റമേഴ്സ് ആരും എന്റെ അടുത്തേക്ക് തുണി തയ്ക്കാൻ വരുന്നില്ല. അങ്ങനെയാണോ? ആ കിഴവിനെ കൊണ്ട് നിങ്ങൾക്കും പ്രശ്നമുണ്ടോ? നിന്റെ അമ്മേനെ കൊണ്ട് എന്റെ ബിസിനസ്സിലും പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ 3 പേര് ചേർന്നിട്ട് ഈ പ്രശ്നം ഒറ്റയ്ക്ക് തീർത്താലോ? ഈ കാര്യമൊക്കെ ചോദിക്കണം മുതലാളി. ജമീന്ദാർ ചീക്കുവിനോട് മെഷീൻ എങ്ങനെ ഓടുന്നെന്ന് നോക്കാനായി പറഞ്ഞയച്ചു. ചീക്കു സാവിത്രിയോട് ചെന്ന് എന്തു പറഞ്ഞെന്നാൽ, അമ്മേ, ഞാനൊരു പാവപ്പെട്ടവനാണ്. എനിക്ക് നിങ്ങൾ നൂല് വെച്ചിട്ട് ഒരു വീടുണ്ടാക്കി തരാൻ പറ്റുമോ? നിന്റെ മുഖം എനിക്ക് എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു. ഇല്ല അമ്മേ, ഞാൻ വളരെ പാവപ്പെട്ടവനാണ്. എനിക്ക് താമസിക്കാൻ ഒരു വീട് പോലും ഇല്ല. സാവിത്രി ചീക്കുവിനെ ഒരു വീട് പണിയാൻ തുടങ്ങി. സാവിത്രി എങ്ങനെ വീടുണ്ടാക്കുന്നു എന്ന് ചീക്കു ഒളിഞ്ഞിരുന്നു നോക്കി. അവിടെ നിന്നും ചീക്കു ജമീന്ദാറിന്റെ അടുത്ത് ചെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ വെച്ചാൽ ആ കിഴവി ഈ നൂല് മെഷീൻ വെച്ചിട്ടാണോ വീട് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഒരു പക്ഷേ ആ തയ്യൽ മെഷീൻ എന്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒരു വലിയ പണക്കാരനാവും. മുരളി, എന്നെ നിങ്ങൾ മറക്കല്ലേ. അതായത് ആ തയ്യൽ മെഷീൻ എന്റെ അമ്മേന്റെ ആണ്. അതുകൊണ്ട് എനിക്കും എന്തെങ്കിലും കിട്ടണമല്ലോ. അമ്മയ്ക്ക് ശേഷം മെഷീൻ നന്നായിട്ട് തയ്ക്കുന്നത് ഞാനാണ്. ശരി ശരി, എനിക്ക് കുറെ കിട്ടിയാൽ നിങ്ങൾക്ക് ഞാൻ പങ്കു തന്നേക്കാം. രാത്രി ആയതും തന്നെ ജമീന്ദാർ, മയൂർ പിന്നെ അഞ്ജലി 3 പേരും സാവിത്രിയുടെ സൂചിനൂൽ വീട്ടിലേക്ക് ചെന്നു. അവർ നോക്കിയപ്പോൾ ആ മെഷീൻ കതകിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ജമീന്ദാർ ആ മെഷീൻ പൊക്കിയെടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടാനായി ശ്രമിച്ചു. പെട്ടെന്ന് മെഷീന്റെ കനം കൂടാൻ തുടങ്ങി. മുരളി, ഭദ്രമായിട്ട് പിടിച്ചോളൂ. ആ തയ്യൽ മെഷീൻ അങ്ങനെ താഴെ വീണു പോവും. നിങ്ങളെ കൊണ്ടൊരു തയ്യൽ മെഷീൻ പൊക്കാനാവില്ലേ? പെട്ടെന്ന് ആ തയ്യൽ മെഷീൻ താഴേക്ക് വീണു. പെട്ടെന്ന് ഇതിന്റെ കനം ഇത്രയും കൂടുന്നു എങ്ങനെയൊന്നും അറിയുന്നില്ലല്ലോ. ഒന്ന് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഈ തയ്യൽ മെഷീൻ ചവിട്ടാം. ഇതിൽ നിന്നും 2 വലിയ മാളിക ഉണ്ടാക്കാം. എന്നിട്ട് അത് എടുത്തുകൊണ്ട് നമുക്ക് പോകാം. വാവ്, അഞ്ജലി, നീ ശരിക്കും വലിയ ബുദ്ധിശാലി തന്നെയാണ്. അഞ്ജലി ആ തയ്യൽ മെഷീനിൽ ഇരുന്നു. അവൾ ആ മെഷീൻ ചവിട്ടാൻ തുടങ്ങിയതും തന്നെ ഒരു വലിയ സൂചിനൂൽ ജയിലിൽ അവർ 3 പേരും കുടുങ്ങിപ്പോയി. ചേടാ, നമുക്ക് ഇപ്പോഴിവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതൊക്കെ ആ തയ്യൽ മെഷീൻ കൊണ്ടാണ് നടക്കുന്നത്. അവർ 3 പേരും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ചീക്കുവും തലവനും അവിടേക്ക് വന്നു. ചീക്കു, നീ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ ചീത്തയാളാണ്, പക്ഷേ അത്രയും മോശമുള്ള ആളല്ല. നിങ്ങളെ കൊണ്ട് ഒരു നല്ല മനുഷ്യനടുത്ത് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? മയൂർ, അഞ്ജലി, നിങ്ങളൊക്കെ ശരിക്കും അവമാനിപ്പിച്ചിട്ടുണ്ടാവണം. സ്വന്തം അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? പിന്നെ ജമീന്ദാർ, മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തി സന്തോഷപ്പെടുന്നത് തന്റെ ബലവീനത്തിനെ മറയ്ക്കാനുള്ള ഒരേ വഴിയാണ്. മുതലാളി, ഞാൻ നിങ്ങളുടെ സുഹൃത്താണ്. എന്നോട് നിങ്ങൾ ക്ഷമിച്ചേ പറ്റുള്ളൂ.
മുതലാളി ഞങ്ങളോട് ക്ഷമിക്കണം. ഈ ജമീന്ദാറാണ് എന്റെ അടുത്തും എന്റെ ഭാര്യയുടെ അടുത്തും ഇതുപോലെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞത്. ഈ ജമീന്ദാറിനെക്കാളും നിങ്ങൾ രണ്ടുപേരാണ് വലിയ കള്ളന്മാർ. നീ നിന്റെ വീട്ടിൽ തന്നെ നിന്റെ അമ്മേനെ നീ പുറത്താക്കിയവനാണ്. ഞാൻ നിങ്ങൾ 3 പേരും ഈ ഗ്രാമത്തെ വിട്ട് പുറത്താക്കാൻ പോവാണ്. അവർ 3 പേരെയും ഗ്രാമത്തിൽ നിന്നും തന്നെ പുറത്താക്കി. എന്നിട്ട് മെഷൻ വീണ്ടും സാവിത്രി അമ്മയുടെ കയ്യിൽ നൽകി. പിന്നെ അവർ വീണ്ടും ജനങ്ങൾക്ക് സൂചി നൂല് കൊണ്ടുള്ള വീടുണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി.